നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് കൊടുവായൂർ റോട്ടിൽ മിനി സ്റ്റോപ്പിൽ ടീം ശിവപുരം എന്ന ബാനറിൽ ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ ഗണേശോത്സവത്തിനോടനുബന്ധിച്ച് കെട്ടിയിട്ടുള്ള തോരണമാണ് നമ്മൾ കാണുന്നത്. വളരെ റിസ്ക് എടുത്താണ് ഇത് കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കണ്ടാൽ തന്നെ റിബണുകൾ മരത്തിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ കൗതുകകരമായാണ് കാണുക. ഓരോ മരത്തിൻ്റെയും ചില്ലകളിൽ വളരെ ഉയരത്ത് പോലും കയറി അവർ കെട്ടിയിട്ടുണ്ട്. ഇതിലൂടെ പോകുന്നവർക്ക് ഇത് വളരെ ആകർഷകരമാണ്, നയനാനന്ദകരമാണ്. നല്ലൊരു ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി സംഭവമാണ്. ഈ കാണുന്ന മരങ്ങളുടെ മുകളിൽ കയറി ചില്ലകളിൽ കെട്ടുക, അതേതെങ്കിലും ഗോവണി ഉപയോഗിച്ചായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക. എങ്കിലും ഓരോ ചില്ലകളുടെയും ഇലത്തലയ്ക്കൽ റിബണുകൾ കെട്ടി വളരെ ഭംഗിയായി അവർ ഗണേശോത്സവം ആഘോഷിച്ചിരിക്കുന്നു. ടീം ശിവപുരം എന്നാണ് ഇവിടുത്തെ ബാനറിൽ കാണുന്നത്. അവിടുത്തെ സംഘാടകരാണ് ഇത് കെട്ടി ഭംഗിയായി വളരെ മനോഹരമായി ഈ മരങ്ങളിൽ രൂപം കൊണ്ട് തോരണം കെട്ടിയിട്ടുള്ള ടീം ശിവപുരം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് പ്രണവ്. എന്താ പറയാ, എങ്ങനെയാണ് ഇത് കെട്ടിയത്? നൈറ്റ് ടൈമിലാണ് ഇത് കൂടുതലും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുക. എന്താ പറഞ്ഞാൽ രാവിലെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് നൈറ്റ് ഒരു 10 മണിക്ക് ശേഷം വിനായകൻ്റെ ചേസിലാണ് മേലെ കയറിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കെട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിച്ചത്? തോണിയാണോ? അല്ലല്ല, ചേസ് വിനായകന്റെ വണ്ടിന്റെ ബാക്കിൽ ആൾക്ക് കറണ്ട് പൊക്കി വിടാനുള്ള സംഭവമുണ്ട്. അതിന്റെ മേലെ കയറി നിന്നിട്ട് മരത്തിന്റെ എല്ലാത്തിന്റെയും മുകളിൽ നിന്ന് കെട്ടും. ഒറ്റ ദിവസം കൊണ്ട് കെട്ടി തീർക്കോ? ഒറ്റ ദിവസം കൊണ്ട് കെട്ടി. രാത്രി എത്ര മണി തൊട്ട് എത്ര മണി വരെ? ഒരു 10 മണിക്ക് തുടങ്ങി ഒരു 12 മണിയാകുമ്പോഴേക്കും കഴിയും. 2 മണിക്കൂറോളം കെട്ടി കഴിഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-15 പേരുണ്ട്. 15 പേര് എല്ലാം കൂടിയിട്ട് ടീം ക്ലബാണോ? എങ്ങനെയാണ്? ക്ലബ് എന്ന് പറയാൻ പറ്റില്ല, ടീമാണ്. അല്ലേ? ചെറുപ്പക്കാരുടെ കൂട്ടായ്മ. ചെറുപ്പക്കാർ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.